ന്യൂ ഫ്രണ്ട്സ് ക്ലബ്ബും ഡീഗൽ കെമിക്കൽസ് കമ്പനിയും ചേർന്ന് സൗജന്യ പഠനോപകരണ വിതരണം നടത്തി. ബഹുമാനപ്പെട്ട മുനിസിപ്പൽ വൈസ് ചെയർമാൻ എം ജെ രാജു ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ കൗൺസിലർ ശ്രീ സോമൻ മാധവൻ അധ്യക്ഷനായി. സ്വാഗതം ശ്രീ ഡീഗൽ ജയചന്ദ്രൻ. ആശംസകൾ ശ്രീമതി മഞ്ജുഷ പി ജെ, ശ്രീ രാംദാസ് എന്നിവർ പങ്കെടുത്തു. കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ സൗജന്യമായി നൽകാൻ സമൂഹത്തിലെ നമ്മുടെ നിന്ന് ആദരിക്കപ്പെടുന്ന ഒരു കൂടി ബഹുമാനായ കൃഷ്ണൻകുട്ടി മികച്ച കർഷകരുടെ ഒരു നാടിൻ്റെ വികസനവും നാടിൻ്റെ പൊതുവായ വളർച്ചയും അതൊരു നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ അവരിലെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നു. ഒരു വലിയ ജീവകാരുണ്യത്തിൻ്റെ തലമാണ് എന്ന് ഈ ക്ലബ് സംഘടന ഈ പ്രദേശത്തെ ആകെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ളത്. അപ്പോൾ ഞാൻ സോമനോട് അധ്യക്ഷനോട് ചോദിച്ച പ്രതീക്ഷ പറഞ്ഞത് കുറെ വർഷങ്ങളായി ഇങ്ങനെ ഈ പ്രക്രിയ കുട്ടികളെ സഹായിക്കുന്ന, മറ്റുള്ളവരെ ആദരിക്കുന്ന ഈ ചടങ്ങ് കുറച്ച് കാലങ്ങളായി ഇങ്ങനെ നടത്തിക്കൊണ്ടുവരുന്നു. ഇപ്പോൾ മുൻ പഞ്ചായത്ത് ഉമ്പ്രൊക്കെ ലക്ഷ്യവും ഇപ്പോഴത്തെ പഞ്ചായത്തും മഞ്ജൂഷയിലൊക്കെ നല്ല രീതിയിൽ വാർഡിന് ഞാൻ കഴിഞ്ഞ ആ മഴ കൂട്ടിപ്പിടിച്ചപ്പോൾ നമ്മുടെ കണ്ണകുളങ്ങ LP സ്കൂൾ നമ്മളൊരു ഷെൽട്ടറാക്കി മാറ്റുന്ന സാഹചര്യം ജില്ലാ കളക്ടർ നിർദ്ദേശപ്രകാരമൊക്കെ. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ മഞ്ജുഷ അവിടെ മഴയത്ത് ഞാൻ ചോദിച്ചിരിക്കാൻ പറഞ്ഞു, മഞ്ജുഷ അറിയില്ല ആരാണെന്ന് അത് മഞ്ജുഷ പറഞ്ഞ അവർക്ക് മെമ്പറാണ്. എൻ്റെ വളരെ 3-4 പേര് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ ആകണമല്ലോ. നമ്മുടെ പ്രദേശത്തെ മറ്റുള്ളവർക്ക് ഇത് സഹായം ചെയ്യാൻ കഴിയും. സന്തോഷം, ആ സന്തോഷത്തേക്ക് നമ്മുടെ നാട് തിരിച്ചു വരട്ടെ. ഇതുപോലെയുള്ള ചെറിയ ചെറിയ സംഘടനകളുടെ ചെറിയ സംഘടനയാണെങ്കിൽ പോലും, ചെയ്യുന്നത് ചെറുതാണെങ്കിൽ പോലും, അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ഹൃദയ വിശാലത, ഒരു സന്തോഷം, ഒരു കൂട്ടുചേരൽ, അതൊക്കെ വളരെയേറെ സന്തോഷപ്രദമാണ്. സർവശക്തനായ ജഗദീശ്വരൻ ഈ സംഘടന ഇനിയും ഒട്ടേറെ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ഈ ചടങ്ങ് ഔപചാരികമായ ഉദ്ഘാടനത്തിനെ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. എന്റർപ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിവിടെ കമ്പനി സംരംഭം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ ഭാര്യയെയും കാണുന്നതും പരിചയപ്പെടുന്നതും. ഒരു ബിസിനസ് എന്നതിലുപരി ഇവരുടെ ഒരു സേവന മനോഭാവം, അതായത് സൊസൈറ്റിക്ക് വേണ്ടി ഇതിനോടൊപ്പം തന്നെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു മാതൃകാപരമായ, നമുക്ക് ഈ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തെ ഇവരെ പോലുള്ളവരാണ് ആവശ്യം. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, മെമ്പറെ എന്തെങ്കിലും പഞ്ചായത്തിൻ്റെതായ എന്തെങ്കിലും കാര്യങ്ങൾക്ക്, സേവനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ സമീപിക്കാം, എന്നാൽ കഴിയുന്നതിലുപരി ഞാൻ സഹായം ചെയ്യാം എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായി. കാരണം ഞാനൊരു പരിചയമില്ലാത്ത ഒരാള് ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി അന്ന് ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഈ പറയുന്ന പോലെ സേവനവും ക്യാഷ് പ്രൈസും അതുപോലെ നിർധനരായിട്ടുള്ള ആൾക്കാർക്ക് ചികിത്സാ സഹായവും ഒക്കെ വിതരണം നടത്തുകയുണ്ടായിരുന്നു. എന്തായാലും ന്യൂ ഫ്രണ്ട് നോർത്ത് പറവൂരും അതുപോലെ തന്നെ ഡീഗൽ കെമിക്കൽ കമ്പനിയും കൂടെ സംയുക്തമായിട്ട് ചേർന്ന് നടത്തുന്ന ഈ സൗജന്യ പഠന സാമഗ്രി വിതരണത്തിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടായ്മ എപ്പോഴും ആവശ്യമാണെന്ന് ഞാൻ പറയുന്നത്. സത്യത്തിൽ അതൊരു വലിയ സംഗതിയാണ്. കാരണം മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ എല്ലാവരും തല്ലുപിടിച്ച് കിടക്കുന്ന ഈ സമയത്ത് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മളൊരു ഒത്തൊരുമ വേണമെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്.
പിന്നെ എം ജെ രാജ സാറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ പല സമയങ്ങളിലായി കണ്ണൂരിൽ APS ചേർന്നാലും കഴിഞ്ഞ ദിവസം KSFB ഓഫീസിൽ വന്നപ്പോഴും ഞങ്ങൾ തമ്മിൽ പറഞ്ഞോളൂ ഞങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുകയുണ്ടായി. ഇവിടെ വീണ്ടും ഈ ചെറിയ മത്സരത്തിലും ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം തന്ന ഈ ക്ലബിന്റെ ഭാരവാഹികളെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. എനിക്ക് ഈ ആദരത്തിനാണ് ഇതിനെ നന്ദി രേഖപ്പെടുത്തുക. ഇവിടെ നമ്മുടെ മുനിസിപ്പൽ രജിസ്റ്റർമാർ ഒരു കാര്യം പറയുകയുണ്ടായി, മൊബൈൽ ഫോണിനെ കുറിച്ച്. ഇന്ന് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ദുരുപയോഗം എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞുകൊടുത്ത ആലോചിക്കല് നമസ്കാരം, ഞാൻ ലീഗൽ ഹോംസിൻ്റെ ഡയറക്ടറാണ്. എൻ്റെ പേര് ലീഗൽ എന്നാണ്. ഒഫീഷ്യൽ ഞാൻ ജയിച്ചതിന് പറവൂർ വന്നിട്ട് ഏകദേശം 10-15 വർഷമായി. ഇപ്പോൾ ഒരു പുതിയ കെമിക്കൽസിൻ്റെ കമ്പനി തുടങ്ങിയിട്ടിപ്പോൾ ഒരു 3 മാസമായി. അതിൻ്റെ ഇനാഗ്രേഷനൊക്കെ നിങ്ങൾ ഈ ചാനലിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്കൂള് തുറക്കുന്ന അധ്യയന വർഷത്തിൽ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് പഠന സാമഗ്രികൾ വിതരണം ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോൾ പറവൂരുള്ള ഒരു ഫ്രണ്ട്സ് ക്ലബ്ബ്, അതായത് ന്യൂവർ ഫ്രണ്ട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബും പിന്നെ ഞാൻ എൻ്റെ കമ്പനിയുടെ ഇതിൽ ഞാനും കൂടെ ചേർന്ന് ഇന്നത്തെ ദിവസം ഒരുപാടൊന്നും കൊടുക്കാൻ പറ്റില്ല, ചെറിയൊരു ഫേമാണ് ഉള്ളത്. ഞാനൊരു 40 കുട്ടികൾക്ക് ഇന്ന് പഠന സാമഗ്രി വിതരണങ്ങൾ ചെയ്തു. അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ ബിസിനസ് സ്റ്റാഫുകൾ എത്താം. കെമിക്കൽ മീൻസ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ് പ്രോഡക്ട്സാണ്. ലീഗൽ ഹോംസ് എന്നാണ്. അതിൽ കംഫർട്ട്, പശകൾ, ടോയ്ലറ്റ് ക്ലീനർ, അതുപോലെ തന്നെ കംപ്ലീറ്റ് ക്ലീനിങ് പ്രോഡക്ട്സുകളും ഉണ്ട്. ഇതുപോലെ നിങ്ങൾ തരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതം ഞാൻ നിങ്ങളുടെ നാട്ടിൽ തന്നെ ചെയ്യും. അതാണ്, വേറെ ഒന്നും പറയാനില്ല. നമസ്കാരം.